നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സൗദാമനി മുത്തശ്ശിയുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, അതൊരു പകപ്പോട് കൂടിയിട്ടാ വൈജയന്തി ഇരിക്കുന്നേ. സൗദാമനി മുത്തശ്ശി പറഞ്ഞു, നീ കടപ്പാട്ട് വീട്ടിലേക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ അവിടെ ചെന്ന് ഇനിയും പഴയതുപോലെ തന്നെ പെരുമാറാനാ ഉദ്ദേശമെങ്കിൽ ബാലേന്ദ്രൻ വെറുതെ ഇരിക്കും തോന്നില്ല. അത് മാത്രമല്ല, അലീന ബാലേന്ദ്രനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വിനയാകുകയും ചെയ്യും വൈജയ. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി നിൽക്കുന്നല്ല. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, പിന്നെ ബാലേന്ദ്രന്റെ മുന്നിൽ ഞാൻ ഒതുങ്ങി നിൽക്കണമെന്ന് അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ. എങ്കിൽ വേണ്ട, നീ തന്നെ അനുഭവിക്കും. പിന്നെ അറിയാലോ, നിന്റെ കുട്ടികളൊക്കെ ഇപ്പം നിനക്ക് നേരെ തിരിഞ്ഞിരിക്കുക. നിന്റെ സ്വഭാവം കൊണ്ട് തന്നെയാ. നിന്റെ കാര്യം പത്രം നല്ലതാണല്ലോ. പിന്നെ അവരെ പഴയതുപോലെ ഭരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. അതോടെ കേട്ട് കഴിഞ്ഞപ്പത്തിനും വൈജയന്തിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. വൈജയന്തി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വെറുതെ പോകുന്നതല്ല, ഞാൻ ചെല്ലട്ടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കുട്ടികളെയൊക്കെ എൻ്റെ പരിധിക്ക് കൊണ്ടുവരാനായിട്ട് ഈ വൈജയന്തിക്ക് അറിയാം. ഒന്നുമില്ലേലും ഇത്രയും കാലം ബാലേന്ദ്രൻ്റെ ഭാര്യയായിട്ട് അവിടെ ഇരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് ചീറുവാണ്. മുത്തശ്ശി പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം. പിന്നെ ഒരു കാര്യം, അലീനയെ കുറ്റപ്പെടുത്തി അവിടെ പോയി സംസാരിച്ച് അവളുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അവിടെ ഒരു നിലനിൽപ്പുണ്ടാവത്തില്ല വൈജയന്തി. നീ ഒറ്റപ്പെട്ടു പോകത്തുള്ളൂ. അങ്ങനെ കുനിഞ്ഞ ശിരസോട് കൂടിയിട്ടാണ് വൈജയന്തി മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ വൈജയോട് ചോദിച്ചു, അല്ല എന്തായി നിന്റെ തീരുമാനം? ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിച്ചു. അതെ, ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴേക്ക് ശിവശങ്കരൻ വന്നിട്ട് പറഞ്ഞു, എങ്കിൽ ശരി, എത്രയും പെട്ടെന്ന് തന്നെ നീ പോകുന്നത് നല്ല. അത് പിന്നെ ഞാൻ എടി നിനക്കെന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേണേ കൊണ്ടുവിടണേ, ഇനിയിപ്പോൾ കൊണ്ടുവിട്ടേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വൈജയന്തിയും കൊണ്ട് ശിവശങ്കരനും ഗംഗാധരനും കൂടെയാണ് കടപ്പാട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ വൈജയന്തി ഒരു അക്ഷരം പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. വൈജയന്തിയുടെ വിചാരം എന്താ, അവിടെ ചെന്ന് കഴിയുമ്പോൾ താൻ പറയുന്നതൊക്കെ തൻ്റെ കുട്ടികൾ അനുസരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ എല്ലാം വെറും തോന്നൽ മാത്രമായിരുന്നെന്ന് വൈജയന്തി പിന്നീട് അറിയുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളാണ് വന്ന് കഥ തുറക്കുന്നത്. വൈജയെ കണ്ടിട്ട് വലിയ ഭാവമൊന്നും അടിച്ചൊന്നുമില്ല, വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, എന്താടി നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാതെ? നിന്റെ തള്ളയെ കണ്ടിട്ട് നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തെ? അതെന്താമേ? അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് ഞാൻ കെട്ടിപ്പിടിക്കണം. അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. പിന്നെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ താലപ്പൊലി എടുക്കണമായിരുന്നു എന്ന് ചോദിച്ചു. കാരണം തടിയേറ്റോലേപ്പേ. അതും പറഞ്ഞിട്ട് കൃഷ്ണമോളം കൂടി കയറിപ്പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, എന്തിനാ വൈജയ വെറുതെ വടി കൊടുത്ത് അടിമേടിക്കുന്നേ? ദേ, നീ വെറുതെ പിള്ളേരെ ചൊറിയാൻ നിൽക്കരുത്. ചൊറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ അടങ്ങിയിരിക്കില്ല. നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ എന്തിനാ അവളോട് ഇതൊക്കെ ചോദിക്കാൻ പോയത്? വെറുതെ ഒരു കാരണമില്ലാതെ. അത് കേട്ടതും വൈജയന്തി പറഞ്ഞു, അതെ, എൻ്റെ മോളല്ലേ, എനിക്കറിയാം. പിന്നെ ഇവളെ ആ അലീന എന്ന് പറയുന്നവൾ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നല്ലോ. അലീന പറയുന്നായിരുന്നല്ലോ ഇവൾക്ക് വേദവാക്യം. ഗംഗാധരൻ പറഞ്ഞു, ഇനിയെങ്കിലും നീ ഒന്ന് നിർത്ത്. എന്തു പറഞ്ഞാലും ഒടുവിൽ അവൾ അലീന ഒരു കുറ്റപ്പെടുത്തലുകളുമായിട്ട് വരും. നിനക്ക് നാണമില്ലേ വൈജയ് എന്ന് പറഞ്ഞു. പിന്നെ വൈജയന്തി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും കൃഷ്ണമോൾ അകത്തേക്കൊന്നും ഭവിതയോടും രോഹത്തിനോടൊക്കെ കാര്യം പറഞ്ഞു. അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വലിയ ഇതൊന്നും ഭാവവ്യത്യാസമൊന്നും അവർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ ശിവശങ്കരനും ഗംഗാധരനും കൂടെ കൂടിയിട്ട് ഭാഗമൊക്കെ എടുത്തങ്ങോട്ട് കൊണ്ടുവച്ചു. അപ്പോഴേക്കും കൃഷ്ണമോളും അവരെ ഇറങ്ങി വരുവാണ്. ശിവശങ്കരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. പിന്നീട് ഗംഗാധരൻ ചോദിച്ചു, അല്ല അവരെപ്പോഴാണ് പോയെന്ന് ചോദിച്ചു. രാവിലെ പോയെങ്കിലെന്ന് രോഹിത്ത് പറഞ്ഞു. അങ്ങനെ അലീനെ പോയതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. ഈ സമയം വൈജയന്തി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയായിരുന്നു. പിന്നീട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, അതെ, നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ. ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണം ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, എന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല അങ്ങളെ. അല്ലെങ്കിലും അമ്മയുടെ മുന്നിൽ എന്തിനും മിണ്ടായിരിക്കണേ. പാവമായിരുന്നു അലീന ചേച്ചി പോയാലും അമ്മ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ് എന്തൊരു വാശിയാണ് പിടിച്ചേ. ഇനിയിപ്പോൾ അലീന ചേച്ചി പോയതുകൊണ്ടല്ലേ അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ. അമ്മയുടെ അഹങ്കാരം, അല്ലാതെ എന്ത് പറയാനാ. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അതെ, അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ വീട്ടിൽ തന്നെ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. അത് ശിവശങ്കരൻ ഗംഗാധരൻ തോന്നി. വന്നു കഴിയുമ്പോഴത്തേനും എന്താ നിങ്ങളെ വേണ്ട, ചായയാണോ കാപ്പിയാണോ ചോദിച്ചിട്ട് ഓടി വരും. ഓടി വന്നിട്ട് ചായക്ക് എടുത്തുകൊണ്ട് തരും. ഈ സമയത്ത് ഭവിത അകത്തേക്ക് ചായ ഇടാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. രോഹിത്തും വല്ലാതിരിക്കുക. രോഹിത്തിൻ്റെ മുഖത്ത് ഒരു സന്തോഷം കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവർക്ക് മനസ്സിലായി
രോഗത്തിനൊക്കെ നല്ല വിഷമമുണ്ടെന്ന്. അങ്ങനെ ഭാവിത ചായയൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നീട് വൈജയന്തിയുടെ മുറി ചെന്ന് യാത്ര പറഞ്ഞിട്ടാണ് ശിവശങ്കരനും ഗംഗാധരനും ഒക്കെ പോകുന്ന സമയത്ത് അവർക്കൊരു കാര്യം മനസ്സിലായി. വൈജയന്തിക്ക് ഇനി ഇവിടെ നല്ല സുഖമായിരിക്കുമെന്ന്. ബാലേന്ദ്രനും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വെറുതെ ആയിരിക്കില്ല കാര്യങ്ങളൊക്കെ. വൈജയന്തിക്ക് ഇനി എന്തൊക്കെ കിട്ടാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അലീനെ പോയതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ബാലേന്ദ്രൻ്റെ മനസ്സിലും കാണും. അങ്ങനെയായിരിക്കും ബാലേന്ദ്രൻ ഇനി പെരുമാറാനും പോകുന്നത്. ആ ഒരു ചിന്ത അവർക്കും ഉണ്ടായി. പിന്നെ അലീനെ എങ്ങോട്ടൊക്കെയാണ് പറഞ്ഞു വിട്ടേന്നുള്ള കാര്യം കുട്ടികൾക്കും അറിയത്തില്ല. കുളത്തൂപ്പഴെന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് മാത്രമേ അവർക്കും അറിയണ്ടായിരുന്നുള്ളൂ. ഇതേ സമയത്ത് അലീനയും കൊണ്ട് ബാലേന്ദ്രൻ പോകുന്നത്. അപ്പം അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസമായി കാണുന്നത്. അലീനയോട് ബാലേന്ദ്രന് താൻ നിന്നെ കൊണ്ടുപോകുന്ന നിന്റെ അച്ഛൻ്റെ അടുത്തേക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അങ്ങനെ ആ ഒരു ദിവസമാണ് നാളെ വരുന്നത്. ഒടുവിൽ അലീനയോട് ബാലേന്ദ്രൻ ആ സത്യം തുറന്നു പറയാണ്. നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? കുളത്തൂപ്പുഴയുള്ള വീട്ടിലേക്ക്. അവിടെ എന്താ ഉള്ളതെന്നൊക്കെ നിനക്കറിയാവോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞില്ല, അച്ഛൻ എന്താണെങ്കിലും എന്നെ നല്ലൊരു വീട്ടിലേക്ക് കൊണ്ടേ വിടുവോളെന്ന് എനിക്കറിയാം. അതെ, അവിടെയാണ് പ്ലാന്റ് ലാലിച്ചനുള്ളതെന്ന് പറഞ്ഞു. ലാലിച്ചൻ അല്ല, കഴിഞ്ഞ ദിവസം നിന്നെ കാണാനായിട്ട് അല്ലെങ്കിൽ എന്നെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നില്ലേന്ന് ചോദിച്ചു. എന്നെ കാണാനോ എന്ന് പെട്ടെന്ന് അലീന ചോദിച്ചു. അല്ല, ഞാൻ നിന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം. ഇത് പ്ലാന്റർ ലാലിച്ചനാന്നും പറഞ്ഞുകൊണ്ട്. ആ, മനസ്സിലായി അച്ഛ. അതാരാ? ആ വീട്ടിലേക്കാണ് എന്നെ വിടുന്നതെന്ന് ചോദിച്ചു. അതെ, ആ വീട്ടിലേക്ക് തന്നെയാ പറഞ്ഞു വിടുന്നത്. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ലാലിച്ചൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? അത് സ്റ്റാൻലി ജോസഫ് എന്നാന്ന് പറഞ്ഞു. ഈ സ്റ്റാൻലി ജോസഫ് എന്ന പേര് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, മുമ്പ് ഞാൻ ആ പേര് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നിനക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി കാണൂലോ അല്ലേ എന്നൊരു ചോദ്യം. അലീനയ്ക്ക് ഞെട്ടൽ മാറിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അലീന ചോദിച്ചു, അല്ല അത് പിന്നെ വെച്ചാൽ ഈ സ്റ്റാൻലി ജോസഫ് അയാൾ എൻ്റെ അച്ഛനല്ലേന്ന് ചോദിച്ചു. അത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, അയാൾ നിൻ്റെ അച്ഛൻ തന്നെയാണ്. അല്ല, അയാൾക്കറിയാവോ ഞാൻ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം? അയാൾക്ക് ഇങ്ങനൊരു മകളുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾക്കറിയാവോ? അച്ഛൻ അയാളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് 100 ചോദ്യങ്ങളായിരുന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അയാൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ കൊണ്ടെല്ലാം പറഞ്ഞുകൊണ്ടാണ് നിന്നെ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അത് അലീനയ്ക്കൊരു പുതിയ അറിവായിരുന്നു. കുറച്ച് സമയത്തേക്ക് അലീനയ്ക്ക് എന്ത് സംസാരിക്കണം ഒന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. ആ ഞെട്ടിൽ നിന്ന് അലീന മുക്തി നേടിയിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ അച്ഛൻ്റെ അരിയിലേക്കാണ് തന്നെ കൊണ്ടുപോകുന്നത്. അച്ഛൻ ഇത്ര റിസ്ക് എടുത്ത് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വിടണമെങ്കിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. എന്താ അവളെ എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അലീന ബാലേന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ കാരണം അത് റോഡായിരുന്നു, പോകുന്ന വഴിക്കാണ് എന്നൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കാർ നിർത്തിയിട്ട് ഇറങ്ങിയിട്ടാണ് അലീനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നീട് അലീനോട് പറഞ്ഞു, മോള് കണ്ണ് തുടയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അലീന കണ്ണൊക്കെ തുടച്ചു. കയറ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന സമയത്ത് അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സങ്കടം. അലീന പറഞ്ഞു, വേണ്ടിയിരുന്നില്ല അച്ഛാ, ഇത്രയും കാലം എന്നെ വേണ്ടാതിരുന്ന അച്ഛനല്ലേ, അയാളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്താ ഏതാണെന്നും അറിയത്തില്ല. ഇതായിരിക്കും അച്ഛൻ എന്നോട് പറഞ്ഞേ, എന്നെ ഒരു അത്ഭുത ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കവിടെ സുഖമായിരിക്കും, നിന്നെ അവിടുത്തെ ജോലിക്കാരിയായിട്ടല്ല കൊണ്ടുവിടുന്നേ, സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ടാണ് കൊണ്ടുവിടുന്നേ. പിന്നെ അറിയാലോ, നിന്നെ അങ്ങനെ വെറുതെ ഒരു വീട്ടിലേക്ക് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് പൂർണ്ണ സമ്മതമാണ് മാത്രം എൻ്റെ മകളെ ഏറ്റെടുത്താൽ മതിയെന്ന്. ഇല്ലാത്ത പക്ഷം എനിക്കെങ്ങ് വിട്ടു തന്നേക്കാൻ. അയാൾ സമ്മതിച്ചു. ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ പറഞ്ഞാൽ മതി, എന്നോടൊരു വാക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം, എൻ്റെ മകളായിട്ട് തന്നെ നിന്നെ ഞാൻ ഇനി വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. അലീനയ്ക്ക് മനസ്സിലായി തൻ്റെ അച്ഛൻ എത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ താൻ ഉറപ്പായിട്ടും അവിടേക്ക് പോകാൻ തൻ്റെ അച്ഛൻ്റെ കൂടെ തിരിച്ചു പോകാനും. പക്ഷെ ഇപ്പം പറ്റില്ല. കാരണം തൻ്റെ സ്വന്തം പെറ്റമ്മ അതിനെ സമ്മതിക്കില്ല. തൻ്റെ പെറ്റമ്മ സമ്മതിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ആ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കുമായിരുന്നെങ്കിൽ താനിപ്പോൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടേണ്ട വരത്തില്ലായിരുന്നല്ലോ. താൻ കാരണം ഇനിയിപ്പം അച്ഛൻ്റെ അല്ലെങ്കിൽ ജീവിതം താരാൻ പാടില്ല, കുട്ടികളെ കമ്മയില്ലാതെ വരാൻ പാടില്ല. ആ ഒരു ചിന്തയുള്ളതുകൊണ്ട് അലീന പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല ചാ, ഞാൻ അവിടേക്ക് പോയിക്കോളാം എന്നൊക്കെ പറയണം. അത് പറയുമ്പോഴും അലീനയുടെ കണ്ട വിടറുന്നുണ്ടായിരുന്നു. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അവിടേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ
അങ്ങനെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.